ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ജോജോ ജോർജ്. ഒരു ജോജോ ജോർജ് എന്ന് പറയുമ്പോൾ തന്നെ ആക്ഷൻ ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഇപ്പൊ പൊറിഞ്ചു മറിയൻ ജോസ് ആയാലും, അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയതായാലും, അതിന്റെ ഇപ്പൊ വേറൊരു സിനിമ പണി ഇറങ്ങിയതായാലും എല്ലാം ആക്ഷൻ മോഡൽ അല്ലെങ്കിൽ സീരിയസ് മോഡൽ, ഇത്തിരി ഗാംഭീര്യം ഒക്കെ ഉള്ളൊരു ഇതായിട്ടാണ്, ഒരു ക്യാരക്ടറൊക്കെയാണ് എന്തോന്നാണ് ഇങ്ങനെ അഭിനയിച്ചു പോരുന്നത് അല്ലെ. അപ്പൊ ജോജോ ജോർജ് ഒരു കോമഡി റോള് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ കോമഡി റോളുകൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സീരിയസ് ആയാലും കോമഡി ആയാലും ജോജുവിന് നന്നായിട്ട് ഇണങ്ങും. അതുപോലെ തന്നെ ഇണങ്ങുന്ന രണ്ട് നടന്മാർ കൂടെയുണ്ട്. ഒന്ന് അലൻസിയർ ലോപ്പസും മറ്റൊന്ന് സുരാജ് വെഞ്ഞാറമൂടും. ഇവര് മൂന്നുപേരും ഒരുമിച്ച് ഒരു സിനിമയിലെത്തിയാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഒരു സിനിമ ഫെബ്രുവരി 7-ന്, അതായത് ഇന്നേ ദിവസം ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നാരായണീന്റെ മൂന്ന് ആൺമക്കൾ. നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്നാണ് സിനിമയുടെ പേര്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു എന്റർടൈനർ, ഒരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ഇപ്പൊ യുവാക്കൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇച്ചിരി സീനിയർ സിറ്റിസൺസിനായാലും ഒക്കെ ഒരു ക്ലാസിക് സിനിമ പോലെ നമുക്ക് തോന്നും. പണ്ടത്തെ MGയുടെ ഒക്കെ സിനിമകളുണ്ടല്ലോ, കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ, ആ വൈബാണ് സത്യം പറഞ്ഞാൽ നാരായണീന്റെ മൂന്നാൺമക്കൾ തരുന്നത്. പണ്ടത്തെ സിനിമകളിൽ കാണുന്ന അവതരണ രീതിയും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെയാണ്. പക്ഷെ എന്നാൽ ഈ കാലഘട്ടത്തോട് കണക്ട് ചെയ്യാനും പറ്റും. കുടുംബ ബന്ധങ്ങളിലെ ഓരോ കുറച്ച് പൊട്ടലും ചീറ്റലും അതുപോലെ തന്നെ സ്നേഹവും ആർദ്രതയും എല്ലാം കാണിക്കുന്ന ഒരു സിനിമയാണ് നാരായണീന്റെ ആൺമക്കൾ. ഇപ്പൊ അലൻസിയറിന്റെ കാര്യം പറയുവാണെങ്കിലും, ജോജു ജോർജിന്റെ കാര്യം പറയുവാണെങ്കിലും, സുരാജിന്റെ കാര്യം പറയുവാണെങ്കിലും, എല്ലാവരും മത്സരിച്ച്, ആരാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ് സിനിമയില്. ഞാൻ പറഞ്ഞ കണക്ക് ഒരു പഴയ സിനിമകളുടെ ഒരു കഥ അവതരണ രീതി അങ്ങനെയാണ്, പഴയ സിനിമകളുടെ പോലെയാണ്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർക്കായാലും കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. തിയേറ്റർ വാച്ചാണ്, വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ ആക്ഷനോ അങ്ങനെ മാർക്കോ പോലത്തെ വയലൻസോ ആക്ഷനോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ, ആ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. അങ്ങനെയാണെങ്കിൽ പോലും ലാഗ് ഒന്നുമില്ല. സാധാരണ ഇപ്പോ ഫീൽ ഗുഡ് സിനിമകളുടെ എല്ലാം ആൾക്കാർ എന്തോന്ന് ഒരു ടേം ഒക്കെ പറയുമല്ലോ, എന്തായിരുന്നു, ഞാൻ മറന്നുപോയി ടേം എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു ലാഗ് ഒന്നുമില്ല. നല്ല സിനിമയാണ് കേട്ടോ, നല്ല സിനിമയാണ്, കണ്ടിരിക്കേണ്ട തന്നെ സിനിമയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ശരൺ വേണുഗോപാലാണ് സംവിധാനവും രചനയും നടത്തിയിരിക്കുന്നത്. വളരെ നല്ല സംവിധാനം, മികച്ച സംവിധായകൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. നിർമ്മിച്ചതും ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ്. പിന്നെ ഈ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളെ കൂടാതെ സജിത മഠത്തിൽ, സരസ ബാലുശ്ശേരി, തോമസ് മാത്യു, ഷെല്ലി, കുങ്കുമപ്പൂ സീരിയൽ ഫെയിം ഷെല്ലി, ഇവരൊക്കെ ഈ സിനിമയിലുണ്ട്. മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കൊയിലാണ്ടി ഗ്രാമത്തിലെ ഒരു തറവാടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥയാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് ഏറ്റവും ഇളയ മകനായിട്ട് അഭിനയിക്കുന്നത്. പുള്ളിക്കാരൻ വിദേശത്തായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന രസകരവും കൗതുകപരവുമായിട്ടുള്ള കുറച്ച് കഥകളാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഓൾ ടുഗെദർ പറഞ്ഞാൽ ഒരു തറവാടിനെ കേന്ദ്രീകരിച്ച് ഇവരുടെ മൂന്ന് ആൺമക്കളിനെ, നാരായണി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ മൂന്ന് ആൺമക്കളിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥയാണ്. നല്ലൊരു കഥയാണ്, നല്ല സിനിമയാണ്, പോയി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.